നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറുമെന്നല്ല എൻ്റെ അർത്ഥം. അതല്ല എൻ്റെ അർത്ഥം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇപ്പം നമ്മുടെ ഏറ്റവും കാതലായ ആവശ്യമാണല്ലോ നമ്മളെ നിയോഗത്തിലിടുന്നത്. അതിനെ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ സഹായിക്കാം. അതെന്തൊരു സംഭവമാണത്. ഉടമ്പടിയുടെ എല്ലാ വിഷയത്തിൻ്റെ പേരും തീരുമാനം ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വചനത്തിലാണ്. എന്താ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതുപോലെ സഹായിക്കാവുന്ന. പക്ഷെ ബർത്തിമേവൂസ് ഒന്നൊന്നര ഉരുപ്പടിയാണ്. അവൻ പറയുവേ, എനിക്ക് നിന്നെ കാണണമെന്ന് പറയും. അതാണ് സംഭവം. എനിക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് കാണിക്കണമല്ല. എനിക്ക് വേണ്ടത് എന്താണ്? ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ കാണണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച തരണം. ടേക്ക് ദ ബെഡ് അപ്പ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 18:41. ലൂക്ക 18:41. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പണ്ടുണ്ടായിരുന്നതാണ്, പിന്നെ പോയി. ഇപ്പം എന്താവും പറയണത്? ബേസിക് ആയിട്ട് അവൻ പറഞ്ഞത് എന്താണ്? എനിക്ക് എന്താഗ്രഹത്തേക്കാൾ വലുതാണ് ഐ വാണ്ട് ടു സീ യു. എനിക്ക് കാഴ്ച കിട്ടിയിട്ട് ആദ്യം കാണാൻ പോണ കാര്യമാണ് നിന്നെയല്ലേ. അതാണ് വിഷയം. അപ്പോൾ നിങ്ങളെ ഓരോ കാര്യം ഉടമ്പടി എഴുതിയിടുമ്പോഴും ആദ്യത്തെ നിയോഗം എന്തായിരിക്കണം? കർത്താവേ, എനിക്ക് നിന്നെ അറിയണം എന്ന് പറഞ്ഞ്, കർത്താവേ, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നെ സ്നേഹിക്കണം, നിന്റെ സാക്ഷിയായി ജീവിക്കണം, എന്നെ അറിവിന്റെ അനുഭവ തലങ്ങളിലേക്ക് ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷിയായി ജീവിക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ കാര്യം. ഇപ്പം നമ്മൾ 10:41 വായിച്ചില്ലേ? ആർക്കാണ് ദൈവത്തിൻ്റെ അടയാളം കിട്ടണത്? സാക്ഷികൾക്കാണ് കിട്ടണത്. നടപടി പുസ്തകം 10:41 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:41. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. 10:40. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. ദൈവം ഈ പ്രത്യക്ഷനാക്കുന്നതും അടയാളങ്ങൾ നമുക്ക് നൽകുന്നതും ബേസിക്കായിട്ട് ആർക്കാണ്? സാധാരണ വിശ്വാസികൾക്കല്ല. പിന്നെന്താണ്? സാക്ഷികൾക്കാണ്. അതാണ് എൻ്റെ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോൾ പത്രം കൊണ്ടേ കൊടുക്കുകയാണ്. നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഈ സാക്ഷ്യം തുറന്നു തരണത്. നിങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഉപവിപ്രവർത്തനം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, നിങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്തവരോട് പോലും നിങ്ങൾ ക്ഷമിക്കുന്നവരുണ്ട്. സുവിശേഷം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ബേസിക്കായിട്ട് എന്താ ചെയ്യണത്? നിങ്ങൾ സാക്ഷികളാകുകയാണ്. അപ്പോൾ എല്ലാവർക്കുമല്ല, പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്? സാക്ഷികൾക്കാണ്. അതുകൊണ്ട് എന്താണ് കർത്താവ് പറയുന്നത്? ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 5:32. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്.
അപ്പോൾ ഈ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ്, ഏറ്റവും കുറഞ്ഞ. ഒരു വിശ്വാസി എന്ന് പറയണത് ഒരു ഏറ്റവും വില കുറഞ്ഞ സ്റ്റാറ്റസാണ്. ബൈബിളിൽ അതിന് വലിയ ഈ ഓടയമ്പ ചെമ്പ പിശാച് അലൂമിനിയം എന്ന് പറഞ്ഞാൽ പഴയ അലൂമിനിയത്തിൻ്റെയൊക്കെ പഴയ പൊട്ടി അലൂമിനിയം കൊടുത്തിട്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പാല് മിഠായി മേടിക്കുമായിരുന്നു. അതുപോലെ വക്ക് അലൂമിനിയത്തെ വരെ വിശ്വാസിക്കുള്ളൂ, ഒന്നും ചെയ്യാനില്ല. സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സാക്ഷിയാണ്. ശരിക്കും ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ഈ പ്രത്യക്ഷീകരണം എല്ലാവർക്കും അല്ലെന്ന് വെച്ചാൽ വിശ്വാസികൾ എല്ലാവർക്കും അല്ലെന്നാണ് അർത്ഥം. പിന്നെ ആർക്കാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലം കിട്ടിയത്? സാക്ഷികളായി തിരഞ്ഞെടുത്തവർക്കപ്പെട്ട് കാണാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി ചെയ്യുന്ന ഓരോ വിഷയവും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ പെരുമാറുന്നതും ശത്രുക്കളെ സ്നേഹിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും എല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രം കർത്താവിനെ അറിയിക്കാൻ കൊടുക്കുന്നതെല്ലാം ഒറ്റ ബേസ്മെൻ്റാണ്. എന്താണ് കാര്യം? സാക്ഷികൾ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞങ്ങളെ കർത്താവിൻ്റെ ലൂക്ക 24:48 നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അതായത് സാക്ഷ്യം എന്നുള്ള വിഷയത്തിന് മാത്രമേ ദൈവം മുൻഗണന കൊടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കേവല വിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ചിട്ട് ഒരു കഥയുമില്ല. സാക്ഷികളാകാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി നിങ്ങളെ ഒരുക്കുന്നത്. നിങ്ങൾ ഉടമ്പടി പ്രകാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവെ നിൻ്റെ സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും സാക്ഷ്യം വഹിക്കാൻ കൃപയും നിലനിർത്തുമെന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെയും സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനം കഴിഞ്ഞ് 34 വർഷം നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ അങ്ങനെ അവകാശമോഖര്യമാകുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിന് കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, നിന്റെ തിരുമുറിവാർന്ന് വലതു കരം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ.
വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിത ഷൈജു, ഇതെൻ്റെ മകൻ ദാവീദ്. ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാത് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 20 ഇതെൻ്റെ 10ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവന് ജനുവരിയിൽ ഒരു പനി വന്നു. ആ പനി കുറച്ച് കടുത്ത പനിയായിരുന്നു, ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളൊരു പനിയായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ആ സമയത്ത് കണ്ണിന് ഇവന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ്, ഒരു ഐ ഡ്രോപ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ദിവസത്തേക്കുള്ള ഐ ഡ്രോപ്സും കൂടെ തന്നു. അതിട്ടപ്പോൾ കണ്ണിൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റെഡ്നെസ് എൻ്റെ കണ്ണിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പിന്നെ റിവ്യൂ പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റിൽ നമ്മൾ ചെന്നപ്പോൾ വീണ്ടും അത് പറഞ്ഞപ്പോൾ ആ ഐ ഡ്രോപ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഐ ഡ്രോപ്സ് ഇടാൻ തുടങ്ങി. പക്ഷേ ഒരു കുറവ് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആയി കഴിയുമ്പോഴത്തേക്കും അതിന് കണ്ണിൽ പീള കെട്ടുന്ന പോലെയായി. പീള കെട്ടുന്ന വെച്ചാൽ അറ്റത്തല്ല, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഇങ്ങനെ പീള വന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവന് കണ്ണിനിങ്ങനെ തുറക്കാനും അടക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഓടി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അതിങ്ങനെ എടുക്കും. നമുക്കൊന്നും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. കൃഷ്ണമണിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവൻ തന്നെ ഇവൻ്റെ വിരൽ വെച്ച് പതിയെ എടുക്കും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൽ പീള വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് പതിയെ അതെടുത്ത് കളയും. അവസാനം നമ്മൾ എറണാകുളത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഐ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സീവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ്. അപ്പം ഇവന് പക്ഷേ ചൊറിച്ചിലില്ല. അത് ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇവനങ്ങനെ ചൊറിച്ചിലില്ല. ഇവൻ്റെ പ്രശ്നം ഈ പീള കെട്ടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവൻ പറയും, അമ്മ ഞാൻ ഒരു കണക്കിനാണ് ഇത് എടുത്തതെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാതെ പറ്റില്ല. ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലിത് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ 1 മന്ത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ട് റിവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പതിയെ കുറയാൻ തുടങ്ങി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വന്നിട്ട് പറഞ്ഞു അമ്മേൻ്റെ കഴുത്തിൽ കണ്ട ഒരു മുഴ പോലെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീരിറങ്ങുന്നതായിരിക്കും, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നത്തെ റിവ്യൂവിന് ചെന്നപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ചു. അപ്പോഴത്തേക്ക് ഈ കണ്ണിലിടുന്ന സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഡ്രോപ്സ് ഒരെണ്ണമല്ല, ഒരു 2-3 ടൈപ്പ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു, മാറി ഓരോ സമയത്ത് ഇടാനുള്ള. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണിൻ്റെ ഇത് കുറയുന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ഇത് മാറുന്നില്ല, അത് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു മുഴയല്ല, ഇപ്പുറത്തും 3 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും 3 എണ്ണം ഉണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരെണ്ണം മാത്രം, അത് നല്ല വലുപ്പം. അത് ഇവൻ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ മുഴച്ചു വരും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത്. എല്ലാവരും ചോദിക്കും എന്ത് പറ്റി മോൻ്റെ ഇവിടെ എന്ത് പറ്റി, അങ്ങനെ അതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവൻ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്കിത് കുറയുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ 7 ദിവസം കഴിച്ച് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ബാക്കി 5 എണ്ണവും താന്നിട്ടുണ്ട്, ഇതൊരെണ്ണം താന്നിട്ടില്ല. എന്നൊരു 3 ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ആൻറ്റിബയോട്ടിക്. അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്ന ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴൊക്കെ എനിക്കിങ്ങനെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കൊക്കെ മാതാവിൻ്റെ തൈലവും കൂടെ കൊണ്ടുപോയി ആ ഒരു ബോട്ടിലിൽ മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടൊക്കെയാണ് ബ്ലഡ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് റിസൾട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ ഇത് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു 10 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് നോക്കുക, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം കഴിഞ്ഞ് 10 ദിവസമായിട്ട് ഇതിന് മാറ്റമൊന്നുമില്ല.
അപ്പോൾ വീണ്ടും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഒന്ന് ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മൾ പേടിക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വേണ്ടി വരുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഈ ബയോപ്സി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളാകെ ഇതായത് ചെയ്ത് നോക്കേണ്ടി വരും, കാരണം ആൻറ്റിബയോട്ടിക് 10 ദിവസം എടുത്തു, എന്നിട്ട് ഇതിനൊരു ഇത്തിരി പോലെ എൻ്റെ സൈസ് മാറുന്നില്ല, അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു തകർന്ന ദിവസമായിരുന്നു. അപ്പോഴും എൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അത് ആ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്ര ഒരു പ്രതിസന്ധി വന്നാലും അമ്മ കൂടെയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇവനെ കാണുമ്പോൾ വിഷമം വരും. ഇവൻ ഞങ്ങൾക്ക് 9 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയൊരു മോൻ, അപ്പം ഇവൻ എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മാതാവിനോട് പറയുകയും ചെയ്തു, വേറെ ഏത് മേഖലയിൽ എനിക്കൊരു പരീക്ഷണം തന്നാലും ചിലപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കും, പക്ഷേ ഇവൻ്റെ ഒരു വിഷയത്തിൽ ഞാനും അതെ ഹസ്ബൻഡും അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ സഹനം വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയും, എന്ത് സഹനമാണെങ്കിലും അത് കണ്ടു നിൽക്കാനുള്ളൊരു കരുത്ത് തരണം, അതാണ് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്, TB ടെസ്റ്റും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ FNAC ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു, ഇല്ല ഇനി ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, ഉടനെ തന്നെ പീഡിയാട്രിക് സർജനെ റെഫർ ചെയ്തു, അങ്ങോട്ട് തന്നെ ഇന്ന് തന്നെ കൊണ്ടുപോകണം, പെട്ടെന്ന് തന്നെ നാളെ തന്നെ എടുത്തിട്ടത് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പേടി. അപ്പം തന്നെ പോയി സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇവന് ടെൻഷനാണ്, സർജറി വേദന എടുക്കുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡോക്ടറിനെ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടി വരികയില്ല, നമുക്ക് ജോസഫസിൻ്റെ അടുത്ത് പോയിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ വന്നു. അന്ന് ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവനെയും കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകും, ഇവനെ കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോൾ ഓരോ രോഗാവസ്ഥയിലുള്ള ഇങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റ്, ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഏത് രോഗാവസ്ഥയിലാണ് ഇത് കൊണ്ടുചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര തിരക്കും. അപ്പോൾ ഞാനിങ്ങനെ കരയുന്ന ഒരു ബ്രദർ കണ്ടിട്ട് എന്താ കാര്യം ചോദിച്ചപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാനിവൻ്റെ കഴുത്തിങ്ങനെ തൊട്ട് കാണിച്ചു. അപ്പം മുഴ കണ്ടപ്പോൾ ബ്രദറിനെ മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വിട്ട് എനിക്ക് ടോക്കൺ തന്നു. അപ്പോൾ ടോക്കൺ തന്ന് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, വേഗം ഇവിടെ അച്ഛൻ്റെ അവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ അതിലെഴുതിയിരുന്നത്, ഞാൻ ബ്രദറിനോട് ഞാൻ കരഞ്ഞുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയണം, അപ്പം എൻ്റെ പറച്ചിലിൻ്റെ കുഴപ്പമായിരിക്കും, ബ്രദർ അതിലെഴുതിയിരുന്നത് കണ്ണിൽ മുഴകൾ TB ടെസ്റ്റ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് കയറണമെങ്കിൽ ഭയങ്കര തിരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിനോട് പറഞ്ഞു എൻ്റെ കഴുത്തിലും മുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അച്ഛനോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിന്നപ്പം അച്ഛൻ പെട്ടെന്ന് ഇവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു, സൈത്ത് കണ്ണിൽ പുരട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്തു മുഴ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പുരട്ടി തന്നു. അങ്ങനെ അതെനിക്ക് വലിയൊരു ഇവിടെ വരുമ്പോൾ എനിക്കറിയത്തില്ല, ഇത് ഈ ഒരു അവസ്ഥയിലല്ലെങ്കിലും കൃപാസനത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ ഭയങ്കര ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പോൾ അന്ന് തിരിച്ചു പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവൻ്റെ കണ്ണിൽ ഇവനൊരു 9 മാസം തുടങ്ങി കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് മാറിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഡ്രോപ്സ് ഒഴിച്ച് ഒരു വിധമായേക്കണം. അപ്പം ഇനി ഞാൻ കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കുകയല്ല, ജോസഫ് അച്ഛൻ സൈത്ത് വെച്ച് വന്നിട്ടുണ്ട്, ഇനി കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കത്തില്ല, അതുകൊണ്ട് എന്നെ പരീക്ഷിക്കരുത് എൻ്റെ കണ്ണിൻ്റെ, കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു പീളവ് കൃഷ്ണമണി നമ്മളിങ്ങനെ കൊണ്ട് കാണിച്ചു വരും, കൃഷ്ണമണിയിൽ ഇങ്ങനെ ഇരിക്കണ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനിനി മരുന്നൊഴിക്കുകയല്ല, എനിക്ക് മാതാവായിട്ട് തന്നെ മാറ്റി തരണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സർജറിയിലേക്ക് പോകണ്ട, ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്ത് നോക്കാം, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം FNAC ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടിക്. അപ്പോൾ അത് ഈ മരുന്നിങ്ങനെ കണ്ടിന്യൂസ് കഴിക്കണതിൻ്റെ ഒരു വിഷമവും വേറെ ഉണ്ട്, ഇവൻ്റെ കണ്ണിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ആകെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് വയ്യാതെ വന്ന എല്ലാവർക്കും അറിയാം നമ്മൾ തളർന്നു പോകും, വേറെ ഏതെന്തുവാണ് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും. ഇവരുടെ ഒരു വയ്യായ്ക കണ്ടാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മരുന്ന് കൊണ്ട് മാറാനുള്ളതാണെങ്കിൽ മാറ്റി തന്നേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ ഇഷ്ടം അതുപോലെ ചെയ്തു. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കും, കരയും. ആ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡിൽ ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു, എൻ്റെ കണ്ണിനും
കണ്ണിൻ്റെ ഈ അലർജിയും കഴുത്തിൻ്റെ മുഴയും എല്ലാ ദിവസവും ദാവീദിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കമൻ്റ് ഇടുമായിരുന്നു. അത് കഴിയുമ്പോൾ കരഞ്ഞ് കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതിന് എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, എന്നെ സഹായിക്കണം. കാരണം ഇത്രയും കരഞ്ഞ് ഞാൻ മേടിച്ചൊരു കൊച്ചയച്ചോടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ കൊച്ചിനെ എനിക്ക് ഇനിയും വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖമാണെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയത്തില്ല. അപ്പം നിങ്ങളെപ്പോഴും ഇത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ സൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ 24 മണിക്കൂർ പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ ഇപ്പോഴും നോക്കണ്ട, ഇടയ്ക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൂടെ ഒന്നും കൂടെ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 20 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കായി. അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു, ഇനി എൻ്റെ കൊച്ചിന് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയില്ല, കാരണം 20 ദിവസം കഴിച്ചിന് വേണ്ട. അപ്പോഴൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുക്കുമ്പോഴും തൈലമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവന് സ്കൂളിൽ കൊടുക്കുന്ന വെള്ളത്തിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആരോടും പറഞ്ഞു, ഞാൻ ഈ കണ്ണിൻ്റെ മരുന്ന് നിർത്തിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ എന്താണ്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം, എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ നിയോഗം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ കണ്ണിൻ്റെ അലർജിയും കഴുത്തിൻ്റെ മുഴയും അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആൻറ്റിബയോട്ടിക് നിർത്തി. അപ്പോൾ കണ്ണിൻ്റെ പതിയെ കുറയാൻ തുടങ്ങി. ആദ്യത്തെ 2 ദിവസം മരുന്നൊഴിക്കാതെ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ ദിവസം ഭയങ്കരമായിട്ട് കൂടി കണ്ണിന്. അപ്പോൾ എനിക്ക് പേടിയായി, ദൈവമേ ഞാൻ മരുന്ന് നിർത്തി, ഇനി ആദ്യം തുടങ്ങേണ്ടി വരുമോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ നിർത്തിയതാണ്, എന്നെ പരീക്ഷിക്കരുത്, ഞാൻ അറിയാണ്ടിരുത്ത് മരുന്നൊഴിച്ചു പോകും എന്നിങ്ങനെ കണ്ണിൻ്റെ കാണുമ്പം, അതുകൊണ്ട് എനിക്കിത് മാറ്റിത്തരണം. ഞാൻ മരുന്ന് എന്തായാലും ഇന്ന് ഇവൻ ഇത്രയും കൂടുതലാണ്, ഞാൻ മരുന്ന് ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മാത്രം അത് കൂടിയത്. പിന്നെ ഇപ്പോൾ ഒരു 10-12 പ്രാവശ്യം അത് വരുമായിരുന്നു. അത് പിന്നെ ഒരു 8 പ്രാവശ്യം 5 പ്രാവശ്യം അങ്ങനെ കുറഞ്ഞു വന്ന് കണ്ണിൻ്റെ കംപ്ലീറ്റായിട്ട് അതിലൊരു മാറ്റം കിട്ടി, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. മാതാവിൻ്റെ തൈലം മാത്രമാണ് ഞാൻ മരുന്ന് മാറ്റിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ കഴുത്തിന് ഇതേപോലെ വിശ്വാസപ്രമാണം ചൊല്ലി എന്നും തൈലം തേച്ച് രാവിലെയും പ്രാർത്ഥിക്കും. മരുന്ന് എപ്പോഴൊക്കെ കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും. ദാവീദ് ഒരുപാട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത്. മാതാവിനോട് അവനും പ്രാർത്ഥിക്കും, അവനും തൈലം തൊട്ട് താമേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പം അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനേ നമുക്ക് പേടി, ഇനി അടുത്ത ഡോക്ടറിന് എന്താ പറയുന്നതെന്നുള്ളൊരു പേടിയായിരുന്നു. അങ്ങനെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചൊരു 1 മാസത്തിനുള്ളിൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല പേടിച്ചിട്ട്. നോക്കിയപ്പോഴത്തേക്ക് പതിയെ എൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട്. അപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ മാതാവിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുക, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, എൻ്റെ കൊച്ചിൻ്റെ ഇത് പൂർണ്ണമായിട്ട് മാറിയാലേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ, അതിനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം. അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ FNAC ടെസ്റ്റിൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, 2 പേരുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വന്ന് ഇത്ര ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചതാണ്. അപ്പോൾ 2 പേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അതിനും പൂർണ്ണമായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈലം ഇടുന്നുണ്ട്, അന്നത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട്, മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും. ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുക എന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒരു വചനം, ഇത് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വചനവും ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ തൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം, അതിവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ 2 ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം, അതാണ്. പിന്നെ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. അപ്പം ഒരു GSTയുടെ വിഷയം വന്നിട്ട് ഒരു 2 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ നോട്ടീസ് ചെന്നു. അപ്പോൾ ഒരുപാട് എമൗണ്ട് കൂടുതലുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കേണ്ടി വരേണ്ടതാണെന്ന് അക്കൗണ്ടൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമല്ല ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, ഇത് അടയ്ക്കേണ്ടി വരുമെന്ന്, ഇത്ര ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് നമുക്ക് പറ്റത്തില്ല, അപ്പോൾ അതിനുള്ള ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാക്കി കൂടുതൽ എമൗണ്ട് ഉള്ള എല്ലാവരും കൂടെ അതൊരു കേസ് ഫയൽ ചെയ്തു. അപ്പം ഈ നോട്ടീസ് വന്ന എല്ലാവരും അതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അതിൽ നമ്മളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിധി വന്നു.
ഒരു രൂപ പോലും ആർക്കും അടയ്ക്കേണ്ടി വന്നില്ല. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഈ 2 സാക്ഷ്യമാണ് ഞാനിപ്പോൾ എൻ്റെ ദൈവനാമമഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. അതിനൊക്കെ ഓരോ ദിവസവും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി മൂലം വന്നൊരു മാറ്റമെന്ന് പറഞ്ഞാൽ നിത്യജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് അതുമാത്രമാണ്. നിത്യജീവൻ എന്നൊരു ഇതുണ്ട്, അതിനുവേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ അതുപോലെ ഇവനെയും പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. അത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെയും ഞാൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഇവൻ എല്ലാ പ്രാർത്ഥനകളും അറിയാം. കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും അവനും പ്രാർത്ഥിക്കും. ധ്യാനം കൂടുമ്പോഴും ഈ ആരാധനയുടെ സമയത്തൊക്കെ, അന്നും ഇവന് വയ്യാതിരുന്ന സമയത്തൊക്കെ ആരാധനയുടെ ഞാൻ ഇതുപോലെ ധ്യാനം കൂടിയിട്ടില്ലെന്ന് പറയാം. കാരണം ധ്യാനം തുടങ്ങുമ്പോൾ കരയണ വരെ ഞാൻ കരയുമായിരുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നതിന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ധ്യാനം കൂടിയിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്തും ആരാധനയുടെ സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും അവസാന ഞായറാഴ്ച ഞങ്ങളൊരു 50-55 പേർക്കുള്ള ഫുഡ് ഞങ്ങളുണ്ടാക്കി അത് വഴിയരികിലുള്ള ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും മോനും കൂടെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്കോ അല്ലാത്തവരോ ചോദിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം. പിന്നെ നമ്മൾ ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പത്രം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയൊരു സിസ്റ്റർ വഴി അവിടത്തേക്ക് എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും 5 കെട്ട് വാങ്ങി അയക്കാറുണ്ട്. പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും അതെല്ലാം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ 2 വർഷമായിട്ട് കൃപാസന മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ അത് കാണുമ്പോഴും എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കും, അവിടെ എങ്ങനെയാണ് എപ്പോഴാണ് ചെല്ലേണ്ട സമയവും കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥന സഹായമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൃപാസനം അമ്മയുടെ മോളാണെന്നുള്ളൊരു രീതിയിൽ അവരെന്നെ സമീപിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള വീഡിയോസ്, നെഗറ്റീവ് വീഡിയോസ് കൃപാസനത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ താഴെ കമൻ്റ് ഇടും. ഞാൻ കൃപാസന അമ്മയുടെ മോളാണ്, എനിക്കിത്ര അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ കമൻ്റ് ഇടും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദാവീദ് സൈജു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈശോപ്പച്ചൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ കഴുത്തിലെ മുഴ മാറ്റി തന്നു, എൻ്റെ കണ്ണിലെ അലർജി മാറ്റി തന്നു, എന്നെ നല്ല കുട്ടിയായിട്ട് വളർത്തുന്നുണ്ട്. എനിക്ക് നല്ല പാരൻസിനെ തന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പച്ചനും കൃപാസന മാതാവിനും 1000 നന്ദി.